ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രിൻസ് ലാലേട്ടൻ്റെ സിനിമയെ പറ്റിയിട്ടാണ്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഈ സിനിമയെ പറ്റി ഇന്ന് ഞാൻ പറയാൻ കാരണം, ഈ സിനിമ ഇറങ്ങിയ സമയത്ത് വൻ പരാജയമായിരുന്നു. ഈ സിനിമ അന്ന് ഹിറ്റായിരുന്നു വെച്ചാൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായി നിൽക്കേണ്ട ലാലേട്ട ശരിക്കും ഇന്ത്യൻ സൂപ്പർ സ്റ്റാറിൻ്റെ ലേബലിലേക്കും കൂടി ഉയരേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു പടമാണിത്. എമ്മാതിരി മാസ് ഫിലിം അറിയോ. മാസ് പ്ലസ് ഫാമിലി ഡ്രാമ, ഗ്യാങ്സ് വാർ എല്ലാം കറക്റ്റ് ബ്ലെൻഡ് ചെയ്ത് കിട്ടില്ല. മ്യൂസിക്, BGM ഒക്കെ വേറെ ലെവലാണ് ഈ സിനിമത്തെ. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് ആരാന്നറിയാമോ? സുരേഷ് കൃഷ്ണ. അതായത് ഭാഷ, അതുപോലെ അണ്ണാമലെ, ആളവന്താൻ ഇതൊക്കെ എടുത്തു വെച്ച ആ ഡയറക്ടർ എടുത്ത സിനിമയാണിത്. ഈ സിനിമ മലയാളത്തിലെ വൺ ഫ്ലോപ്പായി മാറി. അന്ന് ഇതിന് കാരണം പറഞ്ഞത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ലാലേട്ടൻ്റെ സൗണ്ടായിരുന്നു. ലാലേട്ടൻ ആ സമയത്ത് ഒരു തൊണ്ടയ്ക്ക് പ്രോബ്ലം വന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് പുള്ളിയുടെ സൗണ്ട് മാറി സിനിമയ്ക്ക് വേറെ ആരോ ഡബ് ചെയ്തെന്നൊക്കെ കുറ്റം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലാലേട്ടൻ തന്നെയാണ് ഈ സിനിമയിൽ ഡബ് ചെയ്തതെന്നുള്ളത്. അതിന് സൗണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് കുറച്ച് ബാസ് കുറവുണ്ടായിരുന്നു. ഒരു മോഡുലേഷനൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇതിൽ. അതല്ലാതെ വേറൊരു പ്രോബ്ലം ഈ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ടോപ്പ് ആക്ടേഴ്സ്, ആ സമയത്ത് ഏറ്റവും സാലറി വാങ്ങിയിരുന്ന അഭിനേതാക്കളാണ് ഈ സിനിമയിൽ അഭിനയിച്ചവരൊക്കെ. എല്ലാവരും നീറ്റ് പെർഫോമൻസ് ആണ്. കൂടെ ലാലേട്ടനെ കാണാൻ എന്ത് ലുക്കാന്ന് പറയും ഈ സിനിമയിൽ. പോരാത്തിന് കിടിലം വിഷ്വൽസ്, കിടിലം ലൊക്കേഷൻസ്, ആക്ഷൻ സീക്വൻസ് എല്ലാം കൊണ്ടൊരു മികച്ച സിനിമ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, മലയാളികൾ പൊട്ടിച്ച് കൈ കൊടുക്കും. അതാണ് മലയാളത്തിൽ എന്തെങ്കിലും ഒരു തലവരമാറുള്ള സിനിമ വന്നോ അത് പൊട്ടിച്ചില്ലെങ്കിൽ സമാധാനമില്ല. അതാണ് മലയാളികളുടെ ഒരു പ്രത്യേകത. അത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. ഹൈ ബഡ്ജറ്റിൽ വന്ന ഈ സിനിമ വിചാരിച്ച ഒരു വിജയം കിട്ടാത്തതുകൊണ്ട് തന്നെ ഇതുപോലൊരു അറ്റംപ്റ്റ് പിന്നീട് ലാലേട്ടനോ അല്ലെങ്കിൽ സുരേഷ് കൃഷ്ണനെ മലയാളത്തിൽ ചെയ്തില്ല. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം അതിനൊക്കെ മാറ്റം വന്നിട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അന്നേ മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ, അതായത് ഇന്ത്യൻ ലെവലിലേക്ക് ഉയരേണ്ടതായിരുന്നു അന്നേ ലാലേട്ടൻ. പക്ഷേ ഇപ്പോഴാണ് ആ ഒരു സ്റ്റാർഡൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത് 2016 ശേഷം. പക്ഷേ അന്നേ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ലേബലിൽ എത്തേണ്ടതായിരുന്നു. നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് പറയണം. നിങ്ങൾ കാണാത്തവരെന്തായാലും കണ്ടു നോക്കുക. കിടിലം പടമാണ് കേട്ടോ.